ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ രാത്രി 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മോൻ ആത്മഹത്യ ചെയ്തില്ലേ, അതിനെപ്പറ്റി സംസാരിച്ച് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുക പിന്നെ കാശുക്കുട്ട ഉണർന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് മൂന്നാമത്തെ വീഡിയോ ഞാൻ ഇട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ ആവർത്തിക്കുന്നത്, ആൺകുട്ടികൾ 1% ആൺകുട്ടികളും 1% പെൺകുട്ടികളും സമൂഹത്തിൽ നല്ല വിനയത്തോടെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. അതിൽ 1% പെൺകുട്ടികളും 1% ആൺകുട്ടികളും അതായത് അവരെന്തോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ഞാൻ പറയാം, അവരൊക്കെ എന്തോയോ എല്ലാം തികഞ്ഞെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, നമുക്ക് അതായത് ലേഡീസ് ജെൻസ് ടോയ്ലറ്റ് പോലെ അതായത് എത്രയും ബസ്സുകൾ നമുക്കുണ്ടല്ലോ, ജെൻസ് ആൻഡ് ലേഡീസ് ബസ്സുകളും കൂടി, അത് മുമ്പുണ്ടായിരുന്നു, പിന്നെ അത് മാറി. അങ്ങനെ ഒരു ബസ് സൗകര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ കുറേ ആൺകുട്ടികളും കുറേ പെൺകുട്ടികളും രക്ഷപ്പെടും. ഈ വൈറലാവാൻ വേണ്ടി കുറേ കുട്ടികളിപ്പം അതായത് ചമഞ്ഞങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് യൂട്യൂബിൽ, ഇപ്പം ഞാൻ യൂട്യൂബിൽ ഞാൻ തുടങ്ങിയതാണ്. നമ്മളൊക്കെ തുടങ്ങിയത് എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് വീട്ടിലിരുന്ന് ടെൻഷനും, എനിക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല, കുഞ്ഞുമാവയുള്ളതുകൊണ്ട്, എൻ്റെ മക്കൾ പുറത്താണ്, പിന്നെ ഇവിടെ എൻ്റെ അമ്മയും ഞാനും എൻ്റെ ചേച്ചിയുടെ മോളുമാണുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാനത് തുടങ്ങിയത്, നമുക്കൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടി. അപ്പം ഞാൻ യൂട്യൂബിനോടും പറയുന്നത്, ഇങ്ങനെ വൈറലായിട്ടുള്ള വീഡിയോകൾ വരുമ്പോഴും യൂട്യൂബ് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ലോകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യൂട്യൂബ്. അപ്പോൾ അത് ഈ വൈറലായിട്ട് വരുമ്പോൾ നമ്മൾ യൂട്യൂബ് ആയാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് അതിനുള്ള പ്രചോദനം കൊടുക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയോടും വക്കീലിനോടും ജഡ്ജിമാരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 100% കുട്ടികളും ഈ തെറ്റിലോട്ട് ആവർത്തിച്ച് മുന്നോട്ട് പോയി, 100% കുട്ടികളും തെറ്റിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 50%-ൽ ഒരു കുട്ടിയെ നമ്മൾ ആ തെറ്റിന് നല്ലൊരു കടുത്ത ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ ഇത് ആവർത്തിക്കില്ല. കാരണം ഇന്നവർ വൈറലാക്കാൻ വേണ്ടി ഇന്ന വീഡിയോ എടുത്തപ്പോൾ അത് അവർക്ക് തന്നെ വിനയായി എന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ള കുട്ടികൾ അതിനോട് മുന്നോട്ട് പോവുകയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വൈറലാവാൻ വേണ്ടി നമ്മളെ ഒരു മാമി വന്ന് എന്നെ വിളിക്കുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പെയ്യാലും അവരെന്നെ വിളിക്കും. എൻ്റെ കുഞ്ഞുമാവെ വിളിക്കുന്നത് കണ്ടാ? അവൻ വന്ന് ഗേറ്റിൻ്റെ അടിയിൽ ചെന്ന് 2 വയസ്സായ അമ്മമാർ കണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്നെ മക്കളെ എന്ന് വിളിച്ചിട്ടേ പോവുള്ളൂ. കാരണം ഞാൻ കൊടുത്തിട്ട് പറയുന്നില്ല, നമ്മൾ ആരും അറിയാതെ ഉള്ളത് ഇതുപോലെ സഹായിക്കുക. നമ്മൾ വൈറലായി വരുന്നതിനെക്കാട്ടി അവരെ മനസ്സിലെ അനുഗ്രഹം, അയ്യോ ആ മോൾ എന്നെ ഇത്ര സഹായിച്ചു, എനിക്ക് ഇന്നത്തെ ആഹാരത്തിനുള്ള വക തന്നു, ഇതൊക്കെയാണ് വൈറലെന്ന് പറയുന്നത്. അല്ലാതെ കുറേ നമ്മൾ പ്രശസ്തമായി മറ്റത് മറിച്ചത് അതൊന്നുമല്ല വൈറലെന്ന് പറയുന്നത്. നമ്മൾ കുറേ വയസ്സായ അമ്മമാരെ മക്കളില്ലാതെ ഒറ്റയ്ക്ക് മരുന്നിനും അതിനും ഇതിനും ഒക്കെ കഷ്ടപ്പെടുന്ന അമ്മമാരെ സഹായിക്കുക, ഇതൊക്കെയാണ് വൈറലെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എട്ടനെ പൊട്ടൻ ചതിച്ച, പണ്ടത്തെ അമ്മമാരും വയസ്സായ അച്ഛന്മാരും പറയും, എട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയും പോലെ, നമ്മൾ ആർക്കെതിരായിട്ട് എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും അവർക്ക് സങ്കടം ഉണ്ടായിക്കോ, അത് നാളെ ഒരു കാലത്ത് നമുക്ക് തിരിച്ചു തന്നെ അത് നമുക്ക് വരും. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും 100% ആലോചിച്ച് മുന്നോട്ട് പോവുക. എനിക്ക് അതുമാത്രമാണ് എല്ലാ പേരോടും പറയാനുള്ളത്. പിന്നെ ആ അമ്മയ്ക്കും അച്ഛനും മനസ്സിന് സമാധാനവും സന്തോഷവും ഭഗവാൻ കൊടുക്കട്ടെ. ആ ആത്മാവിന് സ്വർഗത്തിൽ തന്നെ എവിടെ ആ മോന് ഒരു സമാധാനവും കാണില്ല, അതിൻ്റെ ആത്മാവിനും പോലും സമാധാനം കാണില്ല. വയസ്സായ അച്ഛനുമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് വിഷമം വരും.
എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ടാറ്റ.